വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിബിഐ അന്വേഷിക്കണം എന്ന വാദത്തിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ കൃത്യവിലോപവും ബോധപൂർവമായ വീഴ്ചകളും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി സംഭവിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കുന്നതിൽ പ്രതികളും പോലീസും അധികാരികളും കുറ്റകരമായ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഇതൊരു ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകന്മാരെ ഉൾപ്പെടെ ആ ഹോസ്റ്റലിലേക്ക് വരുന്നത് തടഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ആ ഹോസ്റ്റൽ സന്ദർശിച്ചതും സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്ത സ്ഥലവും സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ച ബാത്റൂമും കൊല ചെയ്ത് തൂക്കിയ ബാത്റൂമും സിദ്ധാർത്ഥിന്റെ റൂം ഉൾപ്പെടെ നേരിട്ട് കണ്ടിട്ടുള്ളത്. അതിപ്രധാനമായിട്ടുള്ള ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ ആ സ്ഥലം സീൽ ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും കടമയുമാണ്. ആ സ്ഥലങ്ങളിൽ മുഴുവൻ സ്ഥലം സീൽ ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യ തെളിവുകളെയും അനുബന്ധ തെളിവുകളെയും മുഴുവൻ നശിപ്പിക്കാൻ പ്രതികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു അധികാരികളും പോലീസും ചെയ്തത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കൊല്ലാൻ നേതൃത്വം കൊടുത്തവർ തന്നെ സിദ്ധാർത്ഥിന്റെ മൃതദേഹം അഴിക്കാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. ഒരു ഡെഡ് ബോഡി അഴിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിരിക്കുന്ന ഡോക്ടറുടെ മുമ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൂങ്ങാൻ ഉപയോഗിച്ചതായിരിക്കുന്ന വസ്തുക്കൾ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പോലീസിന് പ്രഥമ ദൃഷ്ട്യാ പാളിച്ച പറ്റി. പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ VVIP ട്രീറ്റ്മെന്റാണ് പോലീസിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ടുപോകുമ്പോൾ വിലങ്ങണിയിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു എപ്പിഡമിക്കും സമൂഹത്തിൽ നിലനിൽക്കാത്ത സമയത്ത് മാസ്ക് ഉൾപ്പെടെ ധരിച്ച് അവരെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു. പ്രതികളായ ആളുകൾക്ക് ഒരു സങ്കോചവുമില്ലാതെയാണ് അവർ തെളിവെടുപ്പിന് വന്ന സന്ദർഭത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ദൃശ്യമായത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം
തങ്ങളെ സംരക്ഷിക്കാൻ സുരക്ഷിതമായ കരങ്ങൾ ഉണ്ട് എന്നുള്ള ആത്മധൈര്യമാണ് കൊലയ്ക്ക് ശേഷം തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്തും ഈ പ്രതികളിൽ നിന്ന് ദർശിച്ചതായിരിക്കുന്ന അവരുടെ മുഖഭാവവും ബോഡി ലാംഗ്വേജും വ്യക്തമാക്കുന്നത്. അനുശോചന യോഗത്തിലെ ഡീന്റെ പ്രസംഗം അധികൃതർ അവിടെ നടന്നിട്ടുള്ള വിചാരണയും കൊലപാതകവും അറിഞ്ഞു എന്നുള്ളതിന്റെ സുവ്യക്തമായ തെളിവാണ്.